Hi dears, welcome back to my YouTube channel. ഇതിപ്പോൾ ഞങ്ങൾ നിൽക്കണ വില്ലയുടെ ബാക്കിൽ വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് ചെടികളൊക്കെ ഉണ്ട്. ഒരു തുളസിക്കട ഉണ്ട്, പിന്നെ ഒരു ചെമ്പരത്തിക്കട ഉണ്ട്, പിന്നെ ദേ ഇവിടെ മുൻപ് എപ്പോഴോ കഴിച്ചിട്ടൊരു സ്വീറ്റ് മെലനാണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് ഒരു സംഭവം ദേ ഇങ്ങനെ പടർന്നു വരുന്നുണ്ട്. സൈഡിലായിട്ട് ഒരു ഈത്തപ്പന ഉണ്ട് കേട്ടോ. അതും ഇനി ഉണ്ടാവണമെങ്കിൽ എന്തായാലും ഒരു 2 വർഷം കഴിയേണ്ടി വരും. ഈ നിൽക്കണ മരമൊക്കെ ഞങ്ങൾ വരുമ്പോഴേ ഉണ്ട് കേട്ടോ. ഇതുപോലൊരു 3 മരമുണ്ട്. വിൻ്റർ ആയി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൽ ഫുള്ള് ഇങ്ങനെ പൂക്കളൊക്കെ ഇട്ടിട്ട് ഈ ഒരു ഭാഗത്താട്ടോ മുൻപ് മത്തനൊക്കെ നട്ടിരുന്നത്. പിന്നെ ചൂടായപ്പോൾ അത് ഉണ്ടാവാണ്ടായി, ഞങ്ങൾ പിന്നെ അതങ്ങനെ പറിച്ചു കളഞ്ഞു. ഇന്ന് രാത്രി ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട് കേട്ടോ മിന്നുവിൻ്റെ. മുൻപ് ഇവിടെ വില്ലയിൽ താമസിച്ചിരുന്നില്ലേ, അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയി നിൽക്കുകയാണ്. തൊട്ട് ബാക്കിലായിട്ട് ഞാൻ റൂമിൽ വെച്ചേക്കണ എൻ്റെ ചാമി ഫോട്ടോസൊക്കെയാണ് കേട്ടോ. അപ്പോൾ ബാക്കിൽ കണ്ടില്ലേ തുളസി, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ തുളസിയൊക്കെ പൊട്ടിച്ചിട്ട് മിക്ക ദിവസവും പോലെ മാലയൊക്കെ കെട്ടിയിടും കേട്ടോ. അവരിവിടെ എത്താറായപ്പോൾ ഞങ്ങളെ വിളിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം പുറത്തിറങ്ങി നിന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് കാറിൽ കയറിയിട്ട് കാണാം. ബർത്ത്ഡേ ആയിട്ട് മിന്നുവിന് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തലോസയിൽ പോയി ചെറിയൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു വെച്ചു കേട്ടോ. ഞങ്ങളിപ്പോൾ കണ്ടിട്ട് 1 മാസമായിട്ടോ. പിന്നെ ഇങ്ങനെ മിക്ക ദിവസം മെസ്സേജൊക്കെ അയക്കും, പിന്നെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു. പിന്നെ അവളെ ബർത്ത്ഡേയുടെ വിശേഷവും പിന്നെ ഡ്രസ്സ് വാങ്ങിച്ചതും അപ്പോൾ പോയി ഹെയറൊക്കെ കട്ട് ചെയ്ത് സെറ്റായിട്ട് വന്നേക്കാണ് കേട്ടോ. ഇന്നിപ്പോൾ വന്നേക്കുന്നത് ബർദുബായിക്കാണ് കേട്ടോ. കറിമറിയ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ 9 മണിക്കാണ് കേട്ടോ നമുക്കുള്ള ബുഫേക്കുള്ള സമയം തന്നേക്കുന്നത്. അപ്പോൾ മുൻപേ വിളിച്ചൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ സ്ഥലമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഒന്ന് കറങ്ങി, എന്നിട്ട് ലാസ്റ്റ് പെയ്ഡ് പാർക്കിങ്ങിൽ പോയിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്ത് പിന്നെ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ടായി. ഞങ്ങൾ പിന്നെ സംസാരിച്ചൊക്കെ നടന്നുകൊണ്ട് പെട്ടെന്ന് എത്തി. അപ്പോൾ ഈ ഒരു കറിമറിയ റെസ്റ്റോറൻറ്റ് വരുന്നത് ജേക്കബ് ഗാർഡൻസ് ഹോട്ടലിൻ്റെ അകത്താണ് കേട്ടോ, ബർദുബായിൽ. അപ്പോൾ അവിടെ സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെയാണ്. ബർത്ത്ഡേകൾ കണ്ടില്ലേ, ഫുള്ള് ഫോണിലായിരുന്നു കേട്ടോ. അവർക്കങ്ങനെ ഓരോരുത്തർ വിഷസൊക്കെ അറിയിക്കാൻ വേണ്ടി നാട്ടിലായൊരു സമയമായപ്പോൾ പിന്നെ ഫുള്ള് ഇതുപോലെ ഇങ്ങനെയൊക്കെയാണ്. 9 മണിക്കാണ് ഞങ്ങൾക്ക് സമയം തന്നത്. അപ്പോൾ വന്നപ്പോൾ അതേ ടേബിളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. തൊട്ട് ബാക്കിലായിട്ട് അതേ അപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചേട്ടൻ പോയിട്ട് വേഗം ഒരു ജ്യൂസ് എടുത്തുകൊണ്ട് വന്നു. അവർ ചെറിയൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടി അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് ആദ്യം തന്നെ അതേ സൂപ്പൊക്കെ എടുത്തു. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ ഫുഡാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഫുള്ള് അതേ തനി നാടനായിട്ടുള്ള സംഭവങ്ങളാണ്. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വന്ന് കയറിയപ്പോൾ എന്നൊരു യൂട്യൂബറിനെ കണ്ടു കേട്ടോ, ആംഗ്രി ഷെഫ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾ റീൽസൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആളെ കണ്ടു. ഇതേ ആളാണ് കേട്ടോ ഇപ്പം എൻ്റെ അങ്ങോട്ട് പോയത്. വേഗം പോയി സൂപ്പൊക്കെ എടുത്തുകൊണ്ടൊന്ന് കുടിച്ചു തുടങ്ങി കേട്ടോ. എനിക്ക് പിന്നെ സൂപ്പ് വലിയ താല്പര്യമില്ല. പിന്നെ വേറെ എന്തെങ്കിലും എടുക്കാമെന്ന് ചോദിച്ചു പോയിട്ടോ. സ്റ്റാർട്ടറായിട്ട് വെച്ചേക്കുന്നത് സൂപ്പിൻ്റെ അപ്പുറത്ത് വെജിറ്റബിൾ റോളുണ്ട്, പിന്നെ ചില്ലി ഗോബി വരുന്നുണ്ട്, പിന്നെ ചിക്കൻ കബാബും, പിന്നെ ഒരു അടിപൊളി സാധനം ഉണ്ടായിരുന്നു കേട്ടോ, ചെമ്മീനിലിങ്ങനെ കാന്താരിയും അതുപോലെ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇവിടെ മെയിൻ കോഴ്സായിട്ട് വരുന്നത് പൊറോട്ട, ചപ്പാത്തി, പിന്നെ അതേ ബട്ടർ ചിക്കൻ, ബീഫ്, ഫ്രൈഡ് റൈസ്, അങ്ങനത്തെ സംഭവങ്ങളാണ് ഈ ഒരു ഭാഗത്ത്.
ഞാൻ കുറച്ച് എടുത്തുകൊണ്ട് വരും, പിന്നെ അത് വീഡിയോ എടുക്കും, പിന്നെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത റൗണ്ട് പോകുമ്പോൾ അടുത്ത വീഡിയോ എടുക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും ഇവരൊക്കെ മെയിൻ കോഴ്സ് കഴിച്ചു തുടങ്ങി. ഞാനിവിടെ വന്നിട്ട് കൂടുതൽ കഴിച്ചത് ഈ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ഇങ്ങനെ സാലഡ്സും പിക്കിൾസൊക്കെയാണ്. അത് കണ്ടില്ലേ, സ്പൈസി ചിക്കൻ സാലഡ് ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഫുള്ള് പിക്കിൾസാണ് കേട്ടോ. അപ്പോൾ അതിൽ നെല്ലിക്കയുടെ തന്നെ ഒരുപാട് വെറൈറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. റെഡ് കളറിലുള്ളത്, അതുപോലെ നമ്മുടെ വെള്ള കാന്താരി ഇട്ടിട്ടുള്ള അച്ചാർ, പിന്നെ അതേ ചെമ്മീൻ ചമ്മന്തി. അപ്പം ഞാൻ കൂടുതൽ കഴിച്ചത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഡെസേർട്ടിൽ വരുന്നത് അതേ മാംഗോ പുഡിങ്ങും പിന്നെ വാനില ഐസ്ക്രീമും പാലട പായസമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാറയപ്പോഴേക്കും ഇതേ കടകളെ തിരക്കൊക്കെ കുറഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് 9 മണിക്കായിരുന്നല്ലോ, ആ ഒരു സമയമായപ്പോഴേക്കും ഇവിടെ നല്ല തിരക്കൊക്കെ കുറഞ്ഞു. ഐറ്റംസ് കുറവാണെങ്കിലും ഉള്ള ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്പൈസിയാണ് കേട്ടോ. നല്ലൊരു നാടൻ ഫ്ലേവറാണ് എല്ലാത്തിനും. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പതുക്കെ ഇറങ്ങി. അപ്പോൾ കാർ പാർക്ക് ചെയ്തൊക്കെ എന്താ കുറച്ച് നീങ്ങിയിട്ടാലോ. അപ്പോൾ ഇനി കാറിലെത്തിയിട്ട് കാണാം കേട്ടോ. മിന്നുവിൻ്റെ ബർത്ത്ഡേ ഇന്നല്ല കേട്ടോ, നാളെയാണ് ഓഗസ്റ്റ് 18-ന്. അപ്പോൾ ഞങ്ങൾക്ക് ബർത്ത്ഡേ പാർട്ടി തരാൻ വേണ്ടിയിട്ടാട്ടോ അവർ ഇന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ദേ ഇവിടെ ഇപ്പോൾ സമയം 10:30 ആയി. നാട്ടിലെ 12 ആയപ്പോൾ ദേ അവളുടെ ഫ്രണ്ട്സൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, വിഷസ് അറിയിക്കാൻ വേണ്ടി. നിങ്ങൾ യൂട്യൂബിൽ വരും ഗൈസ്, നിങ്ങൾ വൈറലായി. നിങ്ങളെ തമ്മിൽ ഇടണോന്ന്, ഈ ഫോട്ടോ തമ്മിൽ ആക്കണോ ഗൈസ്? തമ്മിൽ നിങ്ങളത് ഇടണോ ചോദിച്ചത് അവള്. എടാ ആവിയൊന്നും ഇടല്ലേ യൂട്യൂബ്. ഞാൻ ഒരു യൂട്യൂബറെ കൂടെ കുറച്ച് യൂട്യൂബ് ഇതൊക്കെ വരുന്നുണ്ട് തോന്നുന്നു. അതാ പിന്നെ ഞാൻ ആകുമ്പോ മുടിയൊക്കെ വെട്ടിക്കൊണ്ടുള്ളൊരു എന്താ പറയാ. അല്ല, ശില്പന്റെ ഒരു വേർഡ് ഉണ്ടല്ലോ. ശില്പ എന്തോ ഒരു പേര് പറയുന്നല്ലോ അതിന്. ശില്പ എന്തോ ഒരു പൊലിവ്, എന്തോ പറയില്ലേ ശില്പ അങ്ങനെ. അതാണ് അത്. അതല്ല, ഞാൻ അതിന്റെ ആ വേർഡ് ഓളെപ്പോഴും അങ്ങനെ ഒരു സാധനം പറയല്ലേ. എന്താ നോക്കോളെ പൊലിവ് അങ്ങനെ എന്തോ. ഫോണിലൊക്കെ സംസാരിച്ച ആൾ SP ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫോണിലെ നെറ്റ് തീർന്നു. ഞങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന് വില്ലയിൽ ഇറക്കി വിട്ടു. അപ്പോൾ ഇതൊക്കെ ആട്ടോ ഇന്നത്തെ ബർത്ത്ഡേ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. വീഡിയോ കാണുന്നവർ കുറേ പേരൊന്നും ലൈക്ക് ചെയ്യണില്ല കേട്ടോ. പിന്നെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ ഡിയേഴ്സ്.